ഭക്ഷണത്തിന്റെ മര്യാദകൾ പഠിപ്പിച്ച് ഏത് കൈ കൊണ്ട് കഴിക്കണം, ബിസ്മി ചൊല്ലി കഴിച്ചാലുള്ള നേട്ടങ്ങൾ എന്ത്, ബിസ്മി ചൊല്ലാതെ കഴിച്ചാൽ പിശാചി നിങ്ങളുടെ ഭക്ഷണത്തിൽ പങ്കാളികളാകുമെന്നുൾപ്പെടെയുള്ള ഹദീസുകൾ ഓതിയിട്ട് പ്രിയപ്പെട്ട മക്കളെ തർബിയത്ത് ചെയ്ത് വീട്ടിലേക്ക് വിടുമ്പോൾ ഉമ്മ ഒരുങ്ങി നിൽക്കുകയാണ്. അടുത്തുള്ളതാകുന്ന വവാക്കാവിലെ കോസ്മോദിലുള്ളതാകുന്ന ഓഡിറ്റോറിയത്തിലേക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഐഡിയൽ ഓഡിറ്റോറിയത്തിലേക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടി ഉമ്മ റെഡിയായി നിൽക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയോടൊപ്പം മകള് ചെല്ലുന്നു. അവിടെയുള്ള ബൊഫേ സംസ്കാരത്തിന് പ്രിയപ്പെട്ട പിതാവിനോടൊപ്പം മാതാവിനോടൊപ്പം മക്കൾ തയ്യാറാവുന്നു. ആരാണ് ഇവിടെ കുറ്റക്കാർ? ഈ പാശ്ചാത്യന്റെ സംസ്കാരം മക്കൾക്ക് കൈമാറി കൊടുത്തത് ആരാണ് ഇവിടെ? ഏതെങ്കിലും ആലിമീങ്ങൾ പറഞ്ഞോ ഈ രീതിയിൽ ഭക്ഷണം കഴിക്കണമെന്ന്? ഏതെങ്കിലും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടോ ഈ രീതിയിൽ ഭക്ഷണം കഴിക്കണമെന്ന്? കഴിക്കരുത് എന്ന് മാത്രമല്ല, അങ്ങനെ കഴിച്ചാൽ നിനക്ക് രോഗമുണ്ടാകുമെന്ന് വഅദ് പറഞ്ഞ പണ്ഡിതന്മാരുടെ വാങ്ങിച്ചതാകുന്ന അഖിലുകാരല്ലേ നമ്മൾ? ക്യാൻസറിന് അടിമപ്പെട്ടു പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ആരെങ്കിലും നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ ഇമാം നവവി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മരുന്നില്ലാത്ത രോഗം കൊണ്ടവനെ പരീക്ഷിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം, ഇന്നത്തെ ഉമ്മത്തിന് എന്ത് സംഭവിച്ചു? എല്ലാം ഉണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും കുടിക്കാൻ പറ്റാത്ത സാഹചര്യം. 10,000-കണക്കിന് ആളുകൾക്ക് വിരുന്നൂട്ടിയാലും വീട്ടുകാരൻ ഒരു ഗ്ലാസ് അതിന്റെ മുന്നിൽ വന്നുകൊണ്ട് വിളമ്പുന്നതാകുന്ന ആഹാരപാനീയങ്ങൾ അവനെടുത്ത് കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല. വെൽക്കം ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട്, കുടിക്കാൻ പറ്റുന്നില്ല. വീട്ടുകാരൻ കല്യാണം നടത്താൻ വലിയ ജോറായിട്ട് ആർഭാടമായിട്ട് ആലിമീങ്ങളുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചിട്ട് അദ്ദേഹം നടത്തുന്നതാകുന്ന ആർഭാട തുന്തിരമാകുന്ന കല്യാണത്തിന്റെ മുന്നിൽ വിളമ്പി വെക്കുന്ന വെൽക്കം ഡ്രിങ്ക്സ് കുടിക്കാൻ കഴിയുന്നില്ല. എന്തേ കാരണം? ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്, കിഡ്നി നശിച്ചിരിക്കുകയാണ്. മധുരമുള്ള വെള്ളം കുടിച്ചാൽ മയ്യത്താവും. കല്യാണം കഴിയുമ്പോൾ, മോടെ കല്യാണം കഴിയുമ്പോൾ മയ്യത്ത് കട്ടിലെടുക്കേണ്ടി വരും. ഇതല്ലേ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ? വിഭവസമൃദ്ധമാകുന്ന തീന്മേശയ്ക്ക് മുന്നിലിരുന്നിട്ട് കഴിക്കാൻ പറ്റാത്തതാകുന്ന ആളുകളല്ല ഇന്നത്തെ തലമുറ. മധുരമുള്ളത് വേണ്ട, എരിവ് കൂടിയത് വേണ്ട, അരിശസിന്റെ അസുഖമാണ്, മൂലക്കുരുവാണ്, ലോകത്ത് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അത് മതപ്രസംഗത്തിന്റെ പോസ്റ്ററേക്കാൾ ഇപ്പം അതാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഏറ്റവും കൂടുതൽ അതിൻ്റെ അഖിലുകാരാണ് ഉള്ളത്. അതാ മനസ്സിലാക്കണം. നിങ്ങൾ ഓർക്കുന്നത് എന്താ? ഈ മൂലക്കുരുവിൻ്റെ പരസ്യം ഒട്ടിച്ചിട്ട് ഇപ്പം ഇതിനെ മാത്രം ആളിത് വിടുന്നത്. ഓരോരുത്തരോട് രഹസ്യമായിട്ട് ചോദിച്ചു നോക്കണം, ആചാര്യ എവിടം വരെ? പൊന്നു ആപ്പ ഇരിക്കാൻ മേലാത്ത അവസ്ഥയാണ്. എല്ലാവർക്കും ഉണ്ട്, ആരും മിണ്ടാതിരിക്കുകയാണ്. ഇത് കണ്ടാൽ പോലും ഈ പോസ്റ്റർ കഴിച്ചിട്ട് പിന്നെയും പോയി ചിക്കൻ അടിക്കും. ഇത്ര കഴിച്ചാലും കുഴപ്പമില്ല, കുരു വന്നാലും കുഴപ്പമില്ല എന്ന് നിൽക്കുന്ന ആളുകൾ. അള്ളാഹു നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ബറക്കത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഉമർ ബിൻ അബി സലമത്ത് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്, ചെറിയ കുട്ടിയാണ്. കുന്തു ഗുലാമൻ ഫീ ഹിജ്ർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി തങ്ങളുടെ മടിത്തട്ടിലിരിക്കുമ്പോൾ ഫകാനത്തി യദീ തതീഷു സഹഫ, കൊണ്ടുവന്ന് വെച്ചതാകുന്ന വട്ടമേശയുടെ ചുറ്റുവട്ടം എൻ്റെ കൈ ഇങ്ങനെ ഒന്ന് പോയി. ഭക്ഷണം ഒന്നേ ഉള്ളൂ, പക്ഷെ പല ഭക്ഷണത്തിലേക്കും കൈ പോയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, യാ ഗുലാം, പൊന്നുമോനെ, കുൽ ബി യമീനിക വസമ്മില്ല, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് നീ കഴിക്കൻ, ബിസ്മില്ലി കഴിക്കൻ, വലത് കൈ കൊണ്ട് കഴിക്കൻ, വകുൽ മിമ്മാ യലീക, നിന്നോട് ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന് നീ കഴിച്ചു തുടങ്ങി. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇതില്ല. നടുക്കോട്ട് കറി ഒഴിച്ചിട്ട് വാപ്പ ഇങ്ങനെ കുഴച്ച് കലക്കിയിട്ട് 10 കൈ കൊണ്ട് കുഴച്ചുകൊണ്ട് ഉരുളുണ്ടാക്കിയിട്ടേ കഴിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ അവസ്ഥ. മക്കൾ പഠിക്കേണ്ട വീട്ടിൽ വന്ന് പാപ്പായും ഉമ്മായും നോക്കിയാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ആത്മീയത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രാക്ടിക്കലായിട്ട് ഇതൊന്നും തന്നെ നടക്കാത്ത അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എത്രയെത്ര തെറ്റുകൾ! ഇതൊക്കെ നമ്മുടെ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. ഭക്ഷണങ്ങൾ നിലത്ത് വീഴുന്നു, വിളമ്പുമ്പോൾ തന്നെ നിലത്ത് വീഴുന്നു. ഒരു ചോറ് പോലും നിലത്ത് വീഴാതെ വിളമ്പാൻ വേണ്ടിയിട്ടാണ് കാറ്ററിംഗുകാരെ വിളിക്കുന്നത് തന്നെ. പൈസ കൊടുത്തിട്ട് ഹൈവാന്മാരെ നിർത്തുന്നത് തന്നെ അതിനാണ്. എന്നിട്ടോ അവർ വന്ന് വിളമ്പുന്നോ തെറിപ്പിക്കുക, മൊത്തം ഇരിക്കുന്നവൻ്റെ നെഞ്ചത്തോടി. അവനിങ്ങനെ തടസ്സം പിടിച്ചില്ലെങ്കിൽ തീർന്ന്. അങ്ങനെ കാറ്ററിംഗ് നടത്തുന്നവരുണ്ട്, അവരോട് ഈ പറയുന്നത് ശരിക്കും വിളമ്പിക്കോ, ഇല്ലെങ്കിൽ നാളെ ഹിസാബാണ്. ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഫുലൂസ് വാങ്ങാൻ നിൽക്കരുത്. ഫുലൂസും വാങ്ങി പോക്കറ്റിട്ടിട്ട് ഈ സൈസ് വിളമ്പലാണെങ്കിൽ ആഖിറത്തിൽ വലിയ ഹിസാബാണ്. ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ,
ഒരു മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. ബഹുമാനപ്പെട്ട ശൈഖുന തഴവ ഉസ്താദ്, അള്ളാഹു ഒരിടത്ത് ദറജ ഉയർത്തട്ടെ, മലബാറിലേക്ക് വഅദിന് പോയിട്ട് അവിടുന്ന് ഭാര്യയ്ക്ക് എഴുതിയ കത്തിൻ്റെ ഉള്ളടക്ക സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കുക കത്ത്. എന്താ ഭാര്യയ്ക്കൊന്നും അറിയില്ലേ? നല്ല ആലിമത്താണ്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതമല്ലേ, അതുകൊണ്ട് തന്നെ സംശുദ്ധമായ ജീവിതമാണ്. എന്നാൽ പോലും ഭാര്യയ്ക്ക് നിർദ്ദേശം കൊടുക്കാൻ ഒരുപാടുണ്ട്. കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞു കണ്ടാലും. കഥകടയ്ക്കാതെ നീ ഉറങ്ങരുതേ എന്ന് ഒരു ഭാര്യയോട് ഭർത്താവ് കൊടുക്കുന്ന നിർദ്ദേശം. കാരണം ശരിയല്ലേ? അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ ശഫീഉന റസൂലുള്ളാഹി. ഭാര്യയാണ് അവളുടെ വീട്ടിൽ കൈകാര്യകർത്താവ്. പ്രത്യേകിച്ച് ഭർത്താവില്ലാത്ത വേളകളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് അവളാണ്. മക്കളുടെ കാര്യം, വീടിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. വാതിൽ കുത്തിയിട്ടിട്ടുണ്ടോ എന്ന് വരെ നോക്കണം. ഉത്തരവാദിത്തമാണ്, അമാനത്താണ്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവളാകണം. അതുകൊണ്ട് കഥകടയ്ക്കാതെ നീ കിടന്നുറങ്ങരുത്. ഭാര്യയോട് പറയാൻ, കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞു കണ്ടാലും. മക്കള് നിനക്ക് 9 പേരുണ്ട്. ആ മക്കളിൽ ആരെങ്കിലും വന്നിട്ട് ഒരാൾ വന്നിട്ട് പറയാൻ ഉമ്മ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും, കഥക് പ്രത്യക്ഷത്തിൽ അടഞ്ഞു കണ്ടാൽ പോലും നീ കഥക് അടച്ചിട്ടുണ്ടോ എന്ന് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇതൊക്കെ മാതാപിതാക്കൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട വാക്യങ്ങളാണ് ഇതൊക്കെ. അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനോടെ കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. കഥകിന്റെ അടുത്ത് ചെല്ലണം, എന്നിട്ട് അത് ശരിക്കും നോക്കണം. അതിൻ്റെ ആ കൊളുത്തൊക്കെ ശരിക്കും ഇട്ടിട്ടുണ്ടോ, മുകളിലത്തെ ഇട്ടിട്ടുണ്ടോ, താഴത്തെ ഇട്ടിട്ടുണ്ടോ. എല്ലാവരുടെയും വീടുകൾ വെക്കുമ്പോൾ ഫ്രണ്ട് ഡോർ ഓക്കെയാണ്. അടുക്കള വാതില് പഴയ കസേര കൊണ്ട് ചാരി വെച്ചിരിക്കുക, ഒറ്റ ചവിട്ടിന് കയറാം. ശരിയല്ലേ? ഇതിലിരിക്കുന്ന 95 പേരുടെ അവസ്ഥ അതാ. നേരെ കൊളുത്തു പോലും ഇല്ല. അവിടെ 5-6 ഡെസ്കും ബെഞ്ചും ഒക്കെ കൊണ്ട് ചാരി വെച്ചിരിക്കുക. പഴയ ഡോറായിരിക്കും. ഫ്രണ്ട് ഡോറ് മനോഹരമായ ഡോറ്. ഒരു കള്ളനും അതിലേക്കൂടെ വരൂല, ഒരു കള്ളനും ഫ്രണ്ടിൽ കൂടെ വാതിലൂടെ കയറൂല, ഒക്കെ ബൈക്കിൽ കൂടെ വരുള്ളൂ. അവിടെ നല്ല സൗകര്യാർത്ഥം കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ കൊളുത്തുകൾ ഇട്ടിട്ടുണ്ടോ നോക്കണം. പലപ്പോഴും അടുക്കള വാതിലിന്റെ കൊളുത്ത് വരെ മുകളിലത്തെ ഇടുകയുള്ളൂ, താഴത്തെ ഇട്ടിട്ടുണ്ടാവൂല. ഇന്ന് നിങ്ങൾ ഇടാൻ നോക്കിയാൽ തന്നെ പറ്റൂല. നാളെ ആശാരിയെ വിളിക്കേണ്ടി വരും. കാരണം അതിന്റെ കയറി ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കോലത്തില എല്ലാവരുടെയും കൊളുത്തുണ്ടാകും. ഇന്ന് വേണേ രാത്രി പോയിട്ട് നോക്കൂ. കാരണം ഇത് ഇടത്തില്ലേ, കൊളസ്ട്രോളാണ്, കുനിയാൻ മേല. അവിടെ മട്ടൻ ബിരിയാണി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ അത് കഴിച്ചിട്ട് ഒക്കെ ഇടായിരുന്നു. താഴോട്ട് കുനിയണമെങ്കിൽ 500 രൂപ അവിടെ ഇട്ട് കൊടുക്കണം ഹാജിയാർക്ക്, എന്നാലേ കുനിയുള്ളൂ. അതാണ് അവസ്ഥ. കുനിയല്ല, അത് കുനിഞ്ഞിട്ടത് ഇടണ്ടേ. അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനോടെ കൊളുത്ത സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. കാര്യമോ ശരിയാ, പക്ഷെ നിനക്കിതും കളിയാ, എന്നാൽ മുബശ്ശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഗൗരവമുണ്ട് കൂടിയതാ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വരികൾ, മാഷാ അല്ലാഹ്, കത്തിലുള്ള വരികളാണ് തഴവ ഉസ്താദ് എഴുതി. ഒന്ന് ചിന്തിച്ചു നോക്ക്. വീട്ടിൽ നടക്കുന്ന ഏതെല്ലാം ആത്മീയമായ കാര്യങ്ങളുണ്ട് അതിലെല്ലാം ഇടപെടുകയാണ്. ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ, 1 മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. ഒരൊറ്റ വറ്റ് പോലും കളയാൻ പാടില്ല. വലിയൊരു സൂഫി വര്യൻ വിവാഹം കഴിഞ്ഞു. ആദ്യ രാത്രിയിൽ ഭാര്യയോട് പറഞ്ഞു, എല്ലാ ദിവസവും ഭക്ഷണം വിളമ്പുമ്പോൾ നീ ഒരു. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല.
അതാണ് പഴയ കാലത്തിൻ്റെ സൂക്ഷ്മത. ഇന്നത് വല്ലാതെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വേണമെങ്കിൽ നാളെ ഞായറാഴ്ചയല്ലേ, കല്യാണത്തിന് പോയി നോക്കാം, അപ്പം അറിയാം. വിളമ്പാണ് ഇത് നമുക്ക് തന്നെ അങ്ങനെയാണ്. വീട്ടുകാരനായിരിക്കും വിളമ്പുന്നത്. കാശിൻ്റെ ഗരിമ നമ്മൾ ചോറ് കളഞ്ഞിട്ടല്ല കാണിക്കേണ്ടത്. ആ ചോറ് കൊണ്ട് പണത്തിന്റെ പളവളപ്പ് നീ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കേണ്ടത് മക്കളുടെ വിവാഹത്തിന് 200-400 പവൻ സ്വർണ്ണ നാണയം കൊടുത്തിട്ടോ ഈ നാട് കണ്ടതാകുന്ന ഏറ്റവും വലിയതാകുന്ന വലിയ ഓഡിറ്റോറിയങ്ങൾ 10 ലക്ഷവും 5 ലക്ഷവും മുടക്കിയിട്ട് മണിക്കൂറുകൾ പറഞ്ഞുകൊണ്ട് മുടക്കിയിട്ട് എന്റെ മകളുടെ കല്യാണം ഇന്ന സ്ഥലത്ത് വെച്ചാണ് നടത്തിയത് എന്ന് നാട്ടുകാരോട് ഗരിമ പറയാനല്ല, അതിനുവേണ്ടി ആകരുത്. ഇന്ന് ജനങ്ങൾ അങ്ങനെയാണ്. നിന്റെ മകളുടെ കല്യാണം എവിടെ നടന്നത്? ഇന്ന ഓഡിറ്റോറിയം. ഞാൻ ഓഡിറ്റോറിയങ്ങളുടെ ഒന്നും പേര് പറഞ്ഞതിന് മോശപ്പെടുത്തുന്നില്ല. നിന്റെ മകളുടെ കല്യാണം നടന്നവിടെ ഇന്ന ഓഡിറ്റോറിയം. എത്രയാത്? 5 ലക്ഷം. എത്രയാത്? 10 ലക്ഷം. എന്നാ പിന്നെ എങ്ങനെയെങ്കിലും 10 ലക്ഷം ഒപ്പിച്ചിട്ട് അവിടെ വെച്ച് നടത്തണം. നാട്ടുകാരുടെ മുന്നിൽ പറയണോ എനിക്ക് എൻ്റെ മോടെ കല്യാണം അവിടെ വെച്ച് നടന്നേന്ന്. ആ കഴിച്ചിട്ട് പോയവന്മാർ ഇറങ്ങുമ്പോൾ എന്താ പറയുന്നത് അറിയോ? കറിക്ക് ഉപ്പില്ല, ആളെ ഹയവ ഇത്രയും വലിയ കാശുണ്ടായിട്ട് എരിവുള്ള മട്ടൻ ബിരിയാണി ഒന്നുമില്ല, ചിക്കനെ തന്നിരിക്കുന്നതെന്ന്. ഈ കഴിച്ചിട്ട് പോയ കവുമ്പ് പുറത്തോട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഈ ഡയലോഗാ. ഇത് നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ സേരെ കുത്തിയിരിക്കുകയാണ്. പുറത്തിറങ്ങി നിൽക്കുന്നവരോട് ചോദിക്കണം. അവൻ പല്ല് കുത്തുമ്പോഴും പറയുന്നത് ഇതാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, ഫുഡ് ശരിയായില്ല. അങ്ങനത്തെ കൗമനെയാണ് നിങ്ങൾ ഊട്ടാൻ നിൽക്കുന്നത്. ഈ രീതിയിൽ കൊണ്ടുപോയിട്ട് ഇത്രയേറെ പണം ചെലവഴിച്ചിട്ട് എത്ര മോശമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പണത്തിന്റെ പളവളപ്പ് ഇങ്ങനെയാണോ കാണിക്കുന്നത്? ഇങ്ങനെയാണോ കാണിക്കുന്നത്? ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന അധാർമികതയല്ലേ, തെറ്റുകളല്ലേ? ഇതൊക്കെയല്ലേ തെറ്റ് എന്ന് പറയുന്നത്. എത്രയെത്ര തെറ്റുകളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടുവരുന്നത്. ഭക്ഷണത്തിലുള്ള ധൂർത്തുകൾ, ദുർവയങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിൽ ഇൻസാനി കഫൂറാ. നിങ്ങൾ ദുർവയം ചെയ്യരുതേ, ദുർവയം നടത്തരുതേ, ദൂർത്തടിക്കരുതേ. തീർച്ചയായും ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. കാനൂ ഇഖ്വാന ശയാത്തീൻ, പിശാചുക്കളുടെ സഹോദരങ്ങളാണ് അവരെന്ന് വിശുദ്ധമായ ഖുർആൻ. പണത്തിന്റെ പളവളപ്പ് കാണിക്കുന്ന ആളുകൾ അവരാരാണ്? പിശാചിൻ്റെതാകുന്ന സഹോദരങ്ങളാണ്. അള്ളാഹ് പറയാൻ, അള്ളാഹു നിനക്കൊരു പേരിട്ടുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് തെറ്റ് ചെയ്യാതെ നിലകൊള്ളി. ചെയ്തു പോയ തെറ്റുകളെ ഓർത്തുകൊണ്ട് പടച്ചറബിലേക്ക് തൗബ ചെയ്യൻ. പടച്ചറബ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസമുണ്ടാകിൻ. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹു എന്നിൽ സാക്ഷിയുള്ളവനാണ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അവൻ എന്നെ പ്രത്യേകമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവനിൽ എന്നിലുണ്ട്, എൻ്റെ കൂടെ അവനുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന വഹിയദ്ദീൻ റാത്തീബ് ചൊല്ലുന്ന മുഅ്മിനല്ലേ, മുഅ്മിനത്തല്ലേ. ഇത് എത്ര പ്രാവശ്യം ചൊല്ലി തീർത്തു ഈ കഴിഞ്ഞ മാസം. നിങ്ങൾ വൈദി ശൈഖ് റളിയല്ലാഹു അൻഹു ആണ്ട് കഴിച്ച മാസമല്ലായിരുന്നോ റബീഉൽ ആഖിർ? ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ പവിത്രമാക്കപ്പെട്ട ആണ്ടുകൊണ്ട് ധന്യമാക്കപ്പെട്ട മുഹൂർത്തമല്ലേ ഈ പവിത്രമാക്കപ്പെട്ടതായ മാസം ജുമാദുൽ ഊല. ജുമാദുൽ ഊല 12-നല്ലേ അവിടുന്ന് വഫാത്തായത്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ. എന്താണ് അവരൊക്കെ നമുക്ക് കൈമാറി തന്ന ആശയം? അള്ളാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബിനെ ഭയപ്പെട്ടുകൊണ്ട് മനോഹരമായ സംശുദ്ധമായ ജീവിതം ഈ ലോകത്ത്, കുറഞ്ഞ കാല ലോകത്ത് ജീവിക്കുക. കുറഞ്ഞ കാലം അത്രയേ ഉള്ളൂ. ആയുസ് എത്രയാ നമുക്ക്? വളരെ കുറഞ്ഞ ആയുസ്. മനോഹരമായ വീട് വേണം, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണമെന്ന് ആശ വെച്ചുകൊണ്ട് പ്രവാസ ലോകത്തേക്ക് പോയതാകുന്ന ജാബിർ എന്ന സഹോദരൻ സൗദിയിൽ വെച്ചുകൊണ്ട് വാഹനാപകടത്തിൽ മരണപ്പെട്ട് കൊണ്ടുവന്നടക്കം ചെയ്തത് മിനിഞ്ഞാന്നല്ലേ. എത്രയോ പ്രവാസികൾ ഈ ചുറ്റുമൂലയുടെ മണ്ണിലുണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസിനികളുടെ കുടുംബങ്ങളിലുണ്ട്. ആ പ്രവാസികൾക്കെന്നല്ല, ലോകത്തുള്ള മുഴുവൻ പ്രവാസികളുടെയും ഹൃദയത്തിൽ വല്ലാത്തൊരു നോവായി
ജാബിർ എന്ന് പറയുന്ന പാവപ്പെട്ടതാകുന്ന കോഴിക്കോട് ജില്ലയിലെ സഹോദരന്റെ മരണവാർത്ത വലിയ നൊമ്പരമായി മാറിയില്ലേ? എനിക്കൊരു മനോഹരമായ വീട് വേണം, ആ വീടിന്റെ പൂർത്തീകരണം എത്രയും വേഗം നടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് കയറിപ്പോയ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് 6 അടി മണ്ണാകുന്ന ഖബറാണ്. ഖബറിന്റെ വീടാണ്. മനസ്സിലാക്കണം, നമ്മൾ ഖബറാകുന്ന വീടാണ്. നമ്മൾ മനസ്സിലാക്കുന്ന വീടല്ല റബ്ബ് നമുക്ക് നിശ്ചയിക്കാം. ഞാൻ ഈ വാല് കഴിഞ്ഞിട്ട് നാളെ കാസർഗോഡ് എത്തുമെന്ന് എനിക്കങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും സഹോദരങ്ങളെ. നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിലേക്ക് പല സ്ഥലങ്ങളിലും വന്ന ആളുകളുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ വീടുകളിലേക്ക് എത്താൻ സാധിക്കുമോ? ഉറപ്പുള്ളവരുണ്ടോ? ആർക്കും ഉറപ്പിക്കാൻ പറ്റൂല. ഏത് സമയത്തും എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാം. ഞാൻ ഇന്ന് ഷെയ്ഖ് പള്ളിയിൽ സിയാറത്ത് കഴിഞ്ഞിട്ട് വരികയാണ്. ഒരല്പം മുമ്പ് സിയാറത്ത് ചെയ്യുമ്പോൾ അൻവർ സാഹിബ് എന്നോട് പറഞ്ഞു, മക്കാമിന്റെ പരിപാലകൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇവിടെ ജോലി ചെയ്തിരുന്ന കാസർഗോഡുള്ള വ്യക്തി, സാറിന് വലിയ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്, അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ ഞാനത് ചോദിച്ചാൽ ആളെ എനിക്കവിടെ ഓർമ്മ കിട്ടുന്നില്ല. അപ്പോഴാണ് ഫോട്ടോ കാണിച്ചപ്പോൾ 1 മാസം മുമ്പ് വരെ അദ്ദേഹവുമായി സംസാരിച്ചത്. ഇനി കാസർഗോഡ് എപ്പോഴാണ് വാഴ്ന്നു വരുന്നതെന്നൊക്കെ ചോദിച്ച് എപ്പോഴും കുശലം പറയുകയും അന്വേഷണം പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. അദ്ദേഹം മരണപ്പെട്ടിട്ട് 3 ആഴ്ചയായി. വർഷങ്ങളോളം നമ്മുടെ പള്ളിയിൽ സേവനം ചെയ്തിരുന്ന വ്യക്തിയാണ്, അഥവാ മക്കാമിൽ സേവനം ചെയ്ത വ്യക്തിയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖിദ്മത്തുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഒന്ന് ചിന്തിക്കണേ, വെറും പാവപ്പെട്ട നിർധനനായ ഒരു സഹോദരൻ പെട്ടെന്ന് മരണപ്പെടുകയാണ്. ആരും അറിയുന്നില്ല, ഖബറടക്കത്തിന് ശേഷമാണ് അറിയുന്നത്. എത്രയോ സഹാബിമാർ അങ്ങനെ മരണപ്പെട്ടു പോയവരുണ്ട്. നേരം വെളുക്കുമ്പോഴാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കുറിച്ചുള്ള വിവരം അറിയുന്നത്. ഇരിക്കുന്ന ഓരോരുത്തരുടെയും മാതാപിതാക്കളും ബന്ധുക്കളും കുടുംബങ്ങളും സഹോദരങ്ങളും സഹോദരിമാരും മക്കളടക്കം മരണപ്പെട്ടുകൊണ്ട് ചുറ്റുമൂല ഖബർസ്ഥാനിലും പരിസര മഹല്ലുകളിലും കരുനാഗപ്പള്ളി ജമാഅത്തിലുമൊക്കെ അന്ത്യവിശ്രമം ചെയ്യുന്ന ആളുകളില്ലേ നമുക്കിടയിൽ? കൊണ്ടുപോയി ഖബറടക്കിയവരില്ലേ? അവരുടെ മയ്യത്ത് കുളിപ്പിച്ചവരില്ലേ? അവരെ കഫൻ ചെയ്തവരില്ലേ? എന്നിട്ട് പോലും നമുക്ക് നാളെ മരിക്കുമെന്നുള്ള ചിന്തയില്ല. നമ്മൾ ഇപ്പോഴും തെറ്റുകളിൽ വ്യാപൃതനായി മുന്നോട്ട് പോവുകയാണ്. അല്ല ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നിന്റെ കൽബിനകത്ത് ഇല്ല. പറയുന്നത് ഉണ്ടെന്ന് നീ വെറുതെ പറയുന്നതാണ്. ഉറച്ച വിശ്വാസം നിന്റെ ഹൃദയത്തിലില്ല. ഉണ്ടെങ്കിൽ നീ ഒരു ഗീബത്ത് പറയൂല, നീ ഒരു പരദൂഷണത്തിന് ഏർപ്പെടാൻ നീ തയ്യാറാവൂല, നീ ഒരു നമീമത്തിനും നിലകൊള്ളൂല, നീ അയൽവാസിയുമായി അരച്ചാൻ വഴിയുടെ വിഷയത്തിൽ പോരടിക്കൂല, കൊലപാതകത്തിന് മുൻപന്തിയിൽ നിൽക്കൂല. ഇന്നുമുണ്ട് ഫേസ്ബുക്കിൽ വീഡിയോ, വൈറലായ വീഡിയോകൾ. അരച്ചാൻ വഴിയുടെ വിഷയത്തിൽ വഴക്കടിക്കുക. 20-30 കൊല്ലം സന്തോഷകരമായി ജീവിച്ച അയൽവാസികൾ, പെണ്ണുങ്ങളെ ഇറങ്ങുന്നത് കുൻഫു, ബ്ലാക്ക് ബെൽറ്റ്, കരോട്ട, ഏത് ഐറ്റം വേണമെങ്കിലും വായിന്ന് വിളിക്കുന്ന ചീത്ത കേട്ട് കഴിഞ്ഞാൽ എൻ്റെ റബ്ബേ, അവരെ 1ാം ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തണം, മദ്രസയിൽ തന്നെ. ആ സൈസ് ഐറ്റാണ്. 3 ഹജ്ജ് ചെയ്തെന്നാ പറയുന്നത്. വൈകിട്ട് വിളിക്കും, അതെ 3 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. നല്ല നാവ്, നല്ല റാഹത്തുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നിട്ട് രസം എന്താണ്? മക്കളും മരുമക്കളും അയൽവാസികളൊക്കെ നോക്കിയിരുന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അവരെയും കാണാൻ വീഡിയോയിൽ. ഒരാളും ഒന്നും പറഞ്ഞൊന്നും മാറ്റാൻ പോലും ഇല്ല. ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഈ അടിക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമല്ലോ, അവിടെ കിടക്കുന്ന കള്ളിമുളിച്ചെടിയൊക്കെ മാറ്റി കൊടുക്കുക. കാരണം ഇവരിങ്ങോട്ട് വന്ന് തല്ലിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെയൊന്നും പറയാതെ. എന്നിട്ട് പതുക്കെ സൈഡിൽ കൂടെ ഒക്കെ പോയിട്ട് എരിവിട്ട് കൊടുക്കാൻ അവനും പറഞ്ഞേക്കുന്ന കേട്ടോ. എന്താ പറഞ്ഞു? നിങ്ങളെ കാണിച്ചു തരാമെന്ന് അടുത്തു. അപ്പോൾ ഇവൻ ഇളകുകയാണ്. അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവനിങ്ങനെ സൈഡിൽ നിന്നിട്ട് മാറി നിന്നിട്ട് ഒരടി കാണണം. അടി തുടങ്ങി അല്പം വൈകിപ്പോയാൽ അതും വിഷമം. അടച്ചവനെ ഒന്നും മൊത്തം കാണാൻ പറ്റിയില്ലല്ലോ. ഇനി അടി നടക്കുകയാണെങ്കിൽ അത് വീഡിയോ പിടിച്ചിട്ട് ഫേസ്ബുക്കിലിട്ടിട്ട് ലൈക്ക് കൂട്ടാനും ഷെയർ കൂട്ടാനും എൻ്റെ ഫേസ്ബുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉയർത്തിക്കൊണ്ട് വരണമെന്നുള്ള ചിന്താധാരയിൽ നിൽക്കുന്ന അയൽവാസികൾ. ഇതല്ലേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്? ഒരു വണ്ടി ഇങ്ങോട്ട് കാറ് വളച്ച് കയറ്റാൻ, അല്ലെങ്കിൽ ആ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളി ഓട്ടോ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ടുള്ള വഴിക്ക് വേണ്ടിയിട്ടാണ് ഈ ബഹളമേ. അല്പം വഴിയുടെ വിഷയത്തിൽ ഇതൊക്കെ ആരാ കൊണ്ടുപോവുക? നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായത്തിന്റെ അഹിരുകാരാണെന്ന് ഖുർആൻ സർട്ടിഫൈ ചെയ്ത സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ് ഈ പറയുന്നത്. ചീത്ത വിളിക്കുക, നാട്ടുകാർ മുഴുവൻ കേൾക്കാൻ നിന്നിട്ട് ലോകം മുഴുവൻ അറിയാണ് സോഷ്യൽ മീഡിയയിലൂടെ. ഇന്ന ഹാജിയാര്, ഇന്ന സഹോദരി മുണ്ടും മടക്കി കുത്തുന്ന പോലെ നൈറ്റിങ് കയറ്റി കൂട്ടിയിട്ട് ഉള്ള നാട്ടുകാരെ മുഴുവൻ ചീത്ത വിളിച്ചുകൊണ്ട് നിലകൊള്ളുക. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? എന്നിട്ട് ഒരു തെറ്റും ഞങ്ങൾ ചെയ്യുന്നില്ല എന്നാ പറച്ചിന്. അത് ഞങ്ങളൊന്നും ഒരു തെറ്റും ചെയ്യുന്നില്ല. ഇതല്ലേ ഏറ്റവും വലിയ തെറ്റ്. നാളെ ഇതൊക്കെ നീ വെട്ടിപ്പിടിച്ചതും നീ അപഹരിച്ചതും ഒക്കെ ആയിട്ട് നാളെ പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക് വരൂലേ?
എന്താ ഇവിടെ ഏറ്റവും വലിയ വിവാദമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഹലാൽ എന്ന് പറയുന്ന വിഷയം എന്താണത്? ഇത് പറയാതെ പോകുന്നത് എങ്ങനെ? ഇവിടെ 4 ദിവസം മതപ്രഭാഷണം നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചിത്തുമൂലയിലുള്ള മണ്ണിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസികൾ പഠിച്ചിരിക്കണം എന്താണ് ഹലാൽ, എന്താണ് ഹറാം. ഇസ്ലാം മതത്തിൽ ഹലാൽ ഹറാം എന്ന പദം ഭക്ഷണത്തിൽ മാത്രമല്ല പഠിച്ചിരിക്കണം. നമ്മൾ ഭക്ഷണത്തിൽ മാത്രമുള്ള ഒരു കേവലം വാക്കല്ല. അനുവദനീയമായത് ഹലാൽ, ഹറാം നിഷിദ്ധമായത്, പാടില്ലാത്തത് നമുക്കത് എടുക്കാൻ പാടില്ല. മറ്റൊരാളുടേതാകുന്ന സ്വത്ത് കളവ് ചെയ്തു കൊണ്ടുവന്നാലും അപഹരിച്ചു കൊണ്ടുവന്നാലും അവനെ കൊലപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നാലും ആ സ്വത്ത് നിനക്കെടുക്കാൻ പാടില്ല. അത് ഭക്ഷണമാകട്ടെ, അത് സ്വത്താകട്ടെ, അത് വസ്ത്രമാകട്ടെ, അത് ഭൂമിയായിക്കോട്ടെ, അത് കാറാകട്ടെ, അത് വീടാകട്ടെ, എന്തായിരുന്നാലും നിനക്കെടുക്കാൻ പാടില്ല. അത് ഹറാമാണ്, നിഷിദ്ധമാണ്. അല്ലാതെ ഫുഡ് മാത്രമല്ല, ഭക്ഷണത്തിൽ മാത്രമല്ല. ഭക്ഷണത്തിൽ നമ്മൾ മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായ വ്യക്തി, അവൻ അറവ് നടത്തുന്നു, ബിസ്മി ചൊല്ലി അറക്കുന്നു. നമ്മൾ അങ്ങനെയാണ് അറവിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. എന്നാൽ പന്നി മാംസം നമുക്ക് നിഷിദ്ധമാണ്. ഒരു മുസ്ലിം അറക്കൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അറക്കൽ കൊണ്ടോ അവൻ ബിസ്മി ചൊല്ലൽ കൊണ്ടോ മാത്രമാണ് ഹലാലിനെ ചില ആളുകൾ വിവക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെയാണോ? അത് മാത്രമല്ല ഹലാൽ. മറിച്ച് ഇപ്പൊ പന്നി മാംസം മുസ്ലിമിന് ഹറാമാണ്, നിഷിദ്ധമാണ്. പന്നി മാംസം ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു പന്നിയെ അറുത്തു, ബിസ്മി ചൊല്ലിയാണ് അറുത്തത്. നമുക്ക് കഴിക്കാൻ പറ്റുമോ? മുഅ്മിനീങ്ങളെ? പാടില്ല. എന്തുകൊണ്ട്? പന്നി മാംസം നമുക്കത് നിഷിദ്ധമാണ്. അറവ് നടത്തിയത് മുഅ്മിനായിക്കോട്ടെ, അവൻ ബിസ്മി ചൊല്ലി അറുത്താലും നമുക്കത് നിഷിദ്ധമാണ്. അവൻ ബിസ്മി ചൊല്ലി അറക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ മുഅ്മിൻ അറക്കുക എന്നുള്ളതോ അല്ല ഹലാലിന്റെ വിവക്ഷ എന്ന് മനസ്സിലാക്കിയിരിക്കണം ഈ ഉമ്മത്ത്. തെറ്റുകളിലേക്ക് പോയ മനുഷ്യൻ റബ്ബിനെ ഓർത്തുകൊണ്ട് ഉൾക്കാഴ്ചയുള്ളവനായി അവൻ ആ തെറ്റിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഇത് അബദ്ധ സഞ്ചാരമാണെന്ന് മനസ്സിലാക്കി നന്മയുടെ വഴിത്താരയിലേക്ക് കടന്നു വരാൻ അവന് ശ്രദ്ധ ചെലുത്തുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ആയത്ത് ഓതിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ ബോധരഹിതനായി വീഴുന്നത്. സുബ്ഹാനല്ലാഹ്. ആളുകൾ അദ്ദേഹത്തെ കൈത്തണ്ടയിലിട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയാണ്. പ്രസിദ്ധനായ സ്വാമിവര്യനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയാണ്. പള്ളിയിലെ മാടപ്രാവായി നിലകൊണ്ടതായ വ്യക്തിയാ. കൃത്യമായി ജമാഅത്തുകൾ കണിശത വെച്ചതായ വ്യക്തിയാണ്. ചുറ്റുമൂലയിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. നമസ്കാരം കൃത്യത വെക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാര ഇതിവൃത്തത്തിൽ നിന്ന് സംരക്ഷണം നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയ സംഗതിയാണ്. തീർച്ചയായും നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരുണ്ടോ, അത് ചിറ്റുമൂല ജമാഅത്തിലാകട്ടെ, അത് വട്ടവറമ്പിലാകട്ടെ, അത് പാലോളി കുളങ്ങരയിലാകട്ടെ, അത് കരുനാഗപ്പള്ളി സെന്ററിലാകട്ടെ, അത് ടൗൺ പള്ളിയിലാകട്ടെ, ഏത് മഹല്ലത്തിൽ വന്നുകൊണ്ട് നിന്റെ നമസ്കാരം നീ നിലനിർത്തിയാലും കൃത്യമായി നീ ജുമുഅ ജമാഅത്തുകളെ ശ്രദ്ധിക്കുന്നവനാണോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ അവ്വൽ വഖത്തിൽ തന്നെ എനിക്ക് നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്ന പെങ്ങളാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മ്ലേച്ഛതയിൽ നിന്നും അവരെ തടയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. നിന്നിലുള്ള കള്ളുകുടി മാറാൻ, നിന്നിലുള്ള വ്യഭിചാരം മാറാൻ, നിന്നിലുള്ള അശ്ലീലത മാറാൻ, ചെറുപ്പക്കാരാ സഹോദരാ, നിനക്കിതാ വിശുദ്ധമായ പള്ളിയുടെ അകത്തളം തുറന്നിട്ടിരിക്കുകയാണ്. ആ പള്ളിയിലേക്ക് നീ ഒന്ന് കടക്കണേ. ആ പള്ളിയിൽ നമസ്കാരം ഒന്ന് നിലനിർത്തണേ. അൽ മസാജിദു തുളിഉ ലി അഹ്ലി സമാ കമാ
തുളീഉൻ നുജൂമ ലിഅഹ്ലിൽ അർളി. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്ര താരകങ്ങൾ ഭൂമിയിലേക്ക് ഡയറക്ഷനായി ഭൂമിയിൽ പ്രകാശം ചൊരിയുന്നത് പോലെ ഭൂമിയിലുള്ളതാകുന്ന സർവ്വ പള്ളികളും ആകാശത്തിന് ഡയറക്ഷനാണ്, ആകാശത്തിന് പ്രകാശം ചൊരിയുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ പള്ളിയുടെ അകത്തളത്തിലേക്ക് വന്നിരുന്നുകൊണ്ട് നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവരെ, ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നവരെ, ഇഅ്തികാഫിനെ നിയ്യത്തിൽ നിലകൊള്ളുന്നവരെ, എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും അല്ലാഹു നിന്നെ സംരക്ഷിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായി അല്ലാഹു സംരക്ഷിച്ചില്ലേ? എല്ലാവിധ സൗകര്യമുണ്ടായ മനുഷ്യനാണ്. കുലീന തറവാട്ടിൽപ്പെട്ട പെണ്ണുമായിട്ടാണ് ബന്ധം പുലർത്താൻ പോയത്. പക്ഷേ ജുമുഅ ജമാഅത്തുകൾ കൃത്യത വെച്ചിരുന്ന വ്യക്തിയെ അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രഭ അല്ലാഹു ഇട്ടുകൊടുക്കുകയാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഓതലിലൂടെ ഈമാൻ അധികരിച്ച പ്രസിദ്ധനായ സഹാബി ബോധരഹിതനായി വീണപ്പോൾ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആളുകൾ കൈത്തണ്ടയിലിട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ അല്പം ആരോ വെള്ളം മുഖത്ത് തെളിയിക്കുകയാണ്. എഴുന്നേൽക്കുന്ന സഹാബിയോട് കൂട്ടുകാർ ചോദിക്കുകയാണ്, മാലക, എന്ത് പറ്റിയ അബ്ദല്ലാഹ്, എന്ത് പറ്റിയ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ദാസ, എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് ആ പ്രസിദ്ധനായ കൂട്ടുകാരനോട് ചോദിക്കുമ്പോ ആ സഹാബി വര്യന് പറയുകയാണ്, എല്ലാ സംഗതികളും വിശദീകരിക്കുകയാണ്. ഞാൻ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ എന്നെ മോശമായി പ്രേരിപ്പിച്ചുകൊണ്ട് അവളുടെ ഇംഗിതത്തിന് വഴിമാറ്റാൻ പരിശ്രമിച്ച പെണ്ണിൻ്റെതാകുന്ന വാക്കിന് വശംവദനായി ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നപ്പോ ഒരായത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുകയാണ്. ഏതാണ് ആയത്തെന്ന് ജിജ്ഞാസയോടുകൂടി താല്പര്യത്തോടുകൂടി കൂട്ടുകാർ ചോദിക്കുമ്പോ പ്രസിദ്ധനായ സഹാബി വര്യൻ അബ്ദുള്ള ഓതി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. തീർച്ചയായും തഖ്വയുള്ള ആളുകൾ, പടച്ചറബിനെ ഭയപ്പെട്ടുകൊണ്ട് നമസ്കാരങ്ങൾ നിലനിർത്തുന്ന ആളുകൾ, നോമ്പ് നോൽക്കുന്ന ആളുകൾ, സകാത്ത് കൊടുക്കുന്ന ആളുകൾ, പാവങ്ങളുടെ കണ്ണീരപ്പുന്ന ആളുകൾ, നിരാലംബർക്ക് അവലംബമാകുന്ന ആളുകൾ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുന്ന സാലിഹ്യങ്ങൾ, അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് മോശമാകുന്നതാകുന്ന ചിന്തകൾ കടന്നു വരുമ്പോൾ തന്നെ ഉടനടി പടച്ചറബിനെ കുറിച്ചുള്ള ഓർമ്മ അല്ലാഹു പുതുക്കി കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്. അതിലൂടെ അവർ തൗബ ചെയ്തുകൊണ്ട് ഉൾക്കാഴ്ചയുള്ളവരായി തിരിഞ്ഞു നിൽക്കുകയാണ്. ആ തെറ്റിൽ നിന്നവർ മാറി സഞ്ചരിക്കുകയാണ്. ഇത് മോശമായ സഞ്ചാരമാണ്, ഇത് അബദ്ധ സഞ്ചാരമാണ്, ഇത് തെറ്റിന്റെ വഴിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ വഴിത്താരയിലേക്ക് മാറി ചിന്തിക്കാൻ അവർ തയ്യാറാവുകയാണ്. ഈ ആയത്തങ്ങ് ഓതി പൂർത്തീകരിച്ച് കലിമ ഉറക്കെ ചെല്ലോ, മുഹമ്മദു റസൂലുള്ളാഹ്. കൂട്ടുകാര് നോക്കുമ്പോ അബ്ദുള്ള എന്ന സ്വഹാബി വര്യൻ ഫമാത ഹീനൈദിൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ആയത്തും കലിമയും അങ്ങ് ചൊല്ലിയിട്ട് ഈ ലോകത്ത് നിന്ന് എന്നേക്കമായി വിട പറയുകയാണ്, മരണപ്പെട്ടു പോവുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചാരത്തേക്ക് ആളുകൾ ഓടിക്കൂടുകയാണ്. ഈ മനുഷ്യനെ ഖബറടക്കി സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്നേഹിതനെവിടെ, ജുമാ ജമാഅത്തുകൾ കൃത്യത വെച്ച കൂട്ടുകാരനെവിടെ, പള്ളിയിലെ മാടപ്രാവ് എവിടെയെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അന്വേഷിക്കുമ്പോ മദീന പള്ളിയുടെ തീരത്തുള്ള ജന്നത്തുൽ ബഖീയിലെ ഖബർ കാണിച്ചിട്ട് സ്വഹാബി വര്യന്മാര് പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മരണപ്പെട്ടു പോയി, അദ്ദേഹം ഇന്നലെ രാത്രിയിലാണ് സംഭവം. ഇശാ കഴിഞ്ഞ് പോകുമ്പോൾ ഇന്നാലിന്ന പെണ്ണ് വശീകരിക്കാൻ നോക്കി. വിശുദ്ധമായ ഖുർആനില് ഇന്ന ആയത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം രക്ഷ പ്രാപിച്ചുകൊണ്ട് വന്നവനാണ്. അതേ ആയത്ത് തന്നെ ഞങ്ങൾ ഓതിക്കൽപ്പിച്ചു
പറഞ്ഞുകൊണ്ട് കൊണ്ട് മരണപ്പെട്ടു എന്ന് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കൂട്ടുകാരോട് പറയുകയാണ്, വിഷമിക്കണ്ട കേട്ടോ, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കണം, നമ്മൾ തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഒത്തു. ആരും അറിയില്ല, രഹസ്യമായി കാര്യം നടത്തിയിട്ട് പോകാം. ഇവിടെ പല ആളുകളും അത്തരത്തിൽ തെറ്റ് ചെയ്യുന്നവരില്ലേ? പാതിരാത്രി സമയത്ത് തന്റെ ഭാര്യ ഒറ്റയ്ക്കാക്കിയിട്ട് ബാംഗ്ലൂരിലേക്കും മാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും വിവിധ സ്റ്റേറ്റുകളിലേക്കും ഒക്കെ പോയി മോശപ്പെട്ട പെണ്ണുങ്ങളുമായിട്ട് ശരീരബന്ധം ചേർക്കുന്ന പുരുഷന്മാർ നമ്മുടെ നാടുകളിലില്ലേ? എത്രയെത്ര ആളുകളുണ്ട് വ്യഭിചരിക്കാൻ മടിയില്ലാത്തവർ, ഉളുപ്പില്ലാത്തവർ, നാണമില്ലാത്തവർ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞതിന്റെ പേരിൽ മറ്റൊരു പരസ്ത്രീയുമായിട്ട് ശരീരത്തെ നശിപ്പിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്ന യുവാക്കളില്ലേ? എല്ലാവർക്കും എല്ലാം രുചിച്ചറിയണം. അതാണ്, ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് അതൊക്കെ രുചിക്കണം. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ ഒന്ന് രുചിച്ചു നോക്കിയിട്ട് ഉസ്താദെ. വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഒന്ന് വ്യഭിചരിച്ചിട്ട് അതിന്റെ രുചി എന്നറിയാം. എന്താണ് ഈ വ്യഭിചാരം? കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, രുചി അറിഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം വ്യഭിചാരശാലയിൽ പോയാൽ എന്താണ്? ചില ബ്ലോഗ് ചെയ്തുകൊണ്ട് നടക്കുന്നത് എവിടെയാണ്? ഡൽഹിയിലെ റെഡ് സീറ്റിലാണ്. എന്നിട്ട് പറയുന്നത് ഇവിടെ കണ്ട ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ കാണാം. അതാണ് 1 മില്യൺ വ്യൂവേഴ്സ്, ഭയങ്കര വ്യൂവേഴ്സ്, എല്ലാവരും അത് കയറി കാണുകയാണ്. കാരണം 10 പേരെങ്കിലും കണ്ട റാഹത്തായല്ലോ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആ ബ്ലോഗിനാണ് കൂടുതൽ വ്യൂവേഴ്സ് വരിക. തൊട്ടപ്പുറത്ത് വഅലിന്റെ, തൊട്ടപ്പുറത്ത് ബുറുദയുടെ, തൊട്ടപ്പുറത്ത് ഖുർആനോദലിന്റെ ഉണ്ട്. അതിനകത്ത് കയറി നോക്കണം, 1000 തികഞ്ഞിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ മൊബൈലിൽ കുത്തി നിറച്ചിരിക്കുന്ന അശ്ലീലതകൾ എത്രയാ? ഈ ഇരിക്കുന്ന ഓരോരുത്തരും, നമ്മളെല്ലാവരും അവരവരുടെ സ്വന്തം മൊബൈലിനകത്ത് ആരുമറിയാതെ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്ന, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മോശപ്പെട്ട ആപ്ലിക്കേഷനുകൾ എത്രയാണ്? ആരുമറിയാതെ, വാപ്പയറിയാതെ, ഉമ്മയറിയാതെ രഹസ്യമായി പാതിരാത്രി സമയങ്ങളിൽ ചാറ്റിംഗ് നടത്തുന്ന എത്രയെത്ര സഹോദരിമാർ, എത്രയെത്ര ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. ഓൺലൈൻ വിദ്യാഭ്യാസം വന്നത് മുതൽക്ക് ഈ കഴിഞ്ഞ 2 വർഷക്കാലമായി വാപ്പ വാങ്ങിച്ചു കൊടുത്തതാകുന്ന 10,000 രൂപയുടെ മൊബൈൽ ഫോണിലൂടെ, 25,000 രൂപയിലുള്ള ലാപ്ടോപ്പിലൂടെ, 15,000 രൂപയിലുള്ള ടാബിലൂടെയൊക്കെ അശ്ലീലമാക്കപ്പെട്ട ലോകത്തേക്ക് മുഖം തിരിക്കുന്നതാകുന്ന തിരിച്ചിട്ടുള്ള എത്ര യുവതി യുവാക്കൾ നമ്മുടെ കരുനാഗപ്പള്ളി ദേശത്തുണ്ട്. എത്ര ഒളിച്ചോട്ടങ്ങൾ ഈ കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് നടന്നിട്ടുണ്ട്. എത്ര ഒളിച്ചോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരാണിതിന് ഉത്തരവാദി? ആരാണിതിന് ഉത്തരവാദി? മദ്രസകളിൽ ഉസ്താദുമാർ, സമുന്നതരായിരിക്കുന്ന ഉലമാക്കൾ, അവരൊക്കെ കൃത്യമായി മദ്രസകൾ വെച്ചുകൊണ്ട് മക്കൾക്ക് തർബിയത്ത് കൊടുക്കുന്നു. നിസ്കരിക്കണം, നിങ്ങൾ നോമ്പ് പിടിക്കണം, നിങ്ങൾ സൽസ്വഭാവികളാകണം. അതിനുവേണ്ടി അഖ്ലാഖ് എന്ന പേരിൽ തന്നെ പ്രത്യേകമായ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്, ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയുണ്ട്, ഒരു പ്രത്യേക ഫന്ന് തന്നെയുണ്ട്. ഇസ്ലാമിക ചരിത്രങ്ങൾ അറിയാൻ പുതിയ പുതിയ യുക്തിവാദികളും കടന്നു വരുമ്പോ ഇസ്ലാമിന്റെ ചരിത്രങ്ങളെ വളച്ചൊടിക്കുന്നതാകുന്ന മക്കളെ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, താരീഖ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ചാപ്റ്റർ തന്നെ ഇവിടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. മക്കൾക്ക് സൽസ്വഭാവം ഉണ്ടാകാൻ അഖ്ലാഖ്, അവർക്ക് മതപരമാകുന്ന ദീനിയായ വിഷയങ്ങൾ പഠിക്കാൻ ദീനിയാത്ത്, അവർക്ക് നിസ്കാരത്തെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, സകാത്തിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച് എന്ന് വേണ്ട അവർക്ക് ശുദ്ധിയാകുന്നതും അശുദ്ധിയാകുന്ന ഘട്ടങ്ങൾ, അതിൻ്റെ ദിവസത്തിൻ്റെ ക്രമീകരണങ്ങൾ, ഏതൊക്കെ രീതിയിൽ ശുദ്ധി നടത്തണം എന്നതിനെക്കുറിച്ച് സ്ത്രീകൾക്കറിയേണ്ട അറിവുകൾ വരെ, പുരുഷന്മാർക്കറിയേണ്ട അറിവുകൾ വരെ കൃത്യമായി അടയാളപ്പെടുത്തി ജീവിത വ്യവഹാരങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം ഫിഖ്ഹുകൾ ഇവിടെയുണ്ട്. ഇതൊക്കെ പഠിപ്പിച്ച് മക്കളെ 8ഉം 10ഉം +2 വരെ മദ്രസ വിദ്യാഭ്യാസം കൊടുത്തിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് നൽകിയപ്പോ കേവലം 2 കൊല്ലം കൊണ്ട് പ്രിയപ്പെട്ട മകൾ ഒളിച്ചോടി ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് നൊമ്പരം പറയുന്ന മാതാപിതാക്കൾ. ഇവിടെ 15 വർഷം വരെ ഉസ്താദുമാരുടെ കീഴിൽ ദീനി വിദ്യാഭ്യാസം പഠിച്ചിരുന്നതാകുന്ന ആ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു ഒളിച്ചോട്ടം ഉണ്ടായിരുന്നില്ല. 2 കൊല്ലം മാതാപിതാക്കളുടെ കയ്യിലേക്ക് തർബീയത്തിന് വേണ്ടി തന്നപ്പോ അവരിലൂടെ ഒളിച്ചോട്ടം പഠിച്ചതാകുന്ന മക്കളില്ലേ ഇവിടെ? കാരണം എങ്ങനെ വീട്ടിൽ ദീനുണ്ടാകും?
തിയറിയാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. നിസ്കാരത്തെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, സകാത്തിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച് ഒക്കെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കാൻ. നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഇത്ര, നിസ്കാരത്തിന്റെ ഫറലുകൾ ഇത്ര, വുളൂഇന്റെ ഷർത്ത്, ഫറല്, സുന്നത്ത് നമസ്കാരങ്ങൾ, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് വീട്ടിലേക്ക് വിടുമ്പോ ആ വീട്ടിൽ സുബഹി നമസ്കരിക്കാത്ത വാപ്പയെയും ഉമ്മയെയുമാണ് മക്കൾ പരിചയപ്പെടുന്നത്. പ്രാക്ടിക്കൽ ആകുന്നില്ല, വീട്ടിൽ നിസ്കാരം ഇല്ല. ആരാണ് ഇവിടെ കുറ്റക്കാർ? ഉസ്താദുമാരാണോ ഉലമാക്കളാണോ? നിങ്ങൾ പറയിൻ, ആരാണ് ഇവിടെ കുറ്റക്കാർ?